ജിൻഡോ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിലെ വലിയ ഭൂരിപക്ഷത്തിൽ നേടിയ വിജയത്തിന് അഭിനന്ദനങ്ങൾ. താങ്കൾ അർഹിക്കുന്ന ജയമാണ് ജിൻഡോ. പക്ഷേ താങ്കൾ അടക്കമുള്ളവരുടെ ആധികാരികമായ വിജയത്തിന് കാരണം ഈ പാട്ട് മാത്രമെന്നാണ് ധാരണ. അതിനെ ആ രീതിയിൽ അവതരിപ്പിക്കൽ, എം പിമാർ പോയി പാടൽ, നേതാക്കൾ വരിവരെയെന്ന പാടൽ, അതൊരു പാരടിപ്പാട്ടാന്നേ. അതിനെ നിങ്ങൾ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ പറയാതെ അനുവാദരഹിതമായ പ്രാധാന്യം നൽകുന്നുണ്ടോ ജിൻഡോ? അതിനാവശ്യമുണ്ടോ? ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം. ഇല്ല ഹാഷ്മി, ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് കാരണം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായി കേരളത്തിലെ സർവ്വസാധാരണക്കാരെയും ഈ സർക്കാർ കൊള്ളയടിച്ചത് കൂടിയാണ്. എല്ലാ വിധത്തിലുമുള്ള കൊള്ള നടത്തിയിട്ടുണ്ട്. അവസാനം ശാസ്താവിനെ കൊള്ളയടിച്ചത് കൂടി വന്നപ്പോൾ അത് പൂർത്തിയായി. ആളുകൾ ഇതെല്ലാം ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ വിഷയത്തിലേക്ക് ഇതിനെ ചുരുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നത് CPM ആണ്. പിന്നെ ഇതുങ്ങൾക്കൊന്നും ഒരു ബോധവും ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റതിന് ശേഷവും ആ പാട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പനെ കൊള്ളയടിച്ചത് ഞങ്ങളാണേ എന്ന് വീണ്ടും പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്താന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി, ഞാൻ ഈ സംഘടനയെക്കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, എൻ്റെ അറിവുറവായിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ പരാതി കൊടുത്ത മഹാന് അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയവരെ കുറിച്ച് ഒരാക്ഷേപമില്ല. അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് 1000 പോലീസിൻ്റെ അകമ്പടിയോടെ ആക്ടിവിസ്റ്റുകളെ കയറ്റി ആചാരലംഘനം നടത്തിയപ്പോൾ ഒരു ആക്ഷേപമില്ല. ശബരിമല ശാസ്താവിന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് ഉളുപ്പില്ലാതെ വിളമ്പിയ M സ്വരാജിനെ കുറിച്ച് ഒരു അയ്യപ്പന് മാത്രമല്ല മേൽശാന്തിക്കും തന്ത്രിക്കും വരെ ബ്രഹ്മചര്യം ഇല്ലല്ലോ എന്ന് ഇളിച്ചോണ്ട് പറഞ്ഞ പിണറായി വിജയനെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. ഞങ്ങൾ ഒരുപാട് യുവതികളെ കയറ്റി ആചാരലംഘനം നടത്തി എന്ന് പറഞ്ഞ MM മണിയെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. വ്യാജ ചെമ്പോലയുടെ വരുത്തിൽ, മോൻസൺ മാവുങ്കൽ പടച്ചെടുത്ത വ്യാജ ചെമ്പോലയുടെ വരുത്തിൽ ആചാരലംഘനത്തിന് അനുഗുണമാകുന്ന രീതിയിൽ കൈരളി ചാനലും ദേശാഭിമാനി പത്രവും ഒക്കെ നിരവധി തവണ അച്ചു നിരത്തി വാർത്ത പറഞ്ഞപ്പോൾ ഒരാക്ഷേപം തോന്നിയില്ല. ഇനി ഗവൺമെന്റ് കൊടുത്ത സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കാത്തതിൽ ഒരാക്ഷേപമില്ല. എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണമല്ലോ, അതുകൊണ്ട് ചില്ലറ നുണകളും കളവുകളും ഒക്കെ പറഞ്ഞ് ഇതുപോലെ കുറെ വേഷവും കെട്ടി പുറമ്പൂച്ചും കാണിച്ച് അങ്ങനെ അങ്ങോട്ട് പോണു. 10-26 മനുഷ്യരെ ഈ 2600ഓളം കേസുകളിൽ പ്രതിയാക്കി ഈ ഗവൺമെന്റ് വേട്ടയാടുന്നതിൽ അദ്ദേഹത്തിന് ഒരു ആക്ഷേപമില്ല. ഏറ്റവും അവസാനം ഈ പത്മകുമാറിനെ പോലെ, വാസുവിനെ പോലുള്ള മുന്തിയ പൗരപ്രമുഖന്മാർ, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ പൗരപ്രമുഖന്മാർ, പാർട്ടി നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ കട്ടിളയും മേൽക്കൂരയും വരെ കൊള്ളയടിച്ചതിൽ ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവിന് ഒരു ആക്ഷേപമില്ല. ഏതോ പാവപ്പെട്ടവൻ ഒരു പാട്ട് എഴുതിയതിനെ കുറിച്ചാണ് ആക്ഷേപം. ഈ പാട്ട് അൺടൈംലി എന്നാണ് ജയരാജിന്റെ വാദം. അൺടൈംലി അല്ല, ടൈംലി ആണ്. ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി എഴുതിയതല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പേ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന ഒരു പാട്ടാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ കൂടുതലായിട്ട് പാടി. എൻ്റെ 7ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ ആ പാട്ട് പാടി തുടങ്ങി. അതിന് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇന്ന് കാണുന്ന മുഴുവൻ ആളുകൾ ഈ പാട്ട് മൂളിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ജയരാജ് ആരോടൊക്കെ ചോദിച്ച് അറിഞ്ഞെന്ന് പറഞ്ഞ വിശ്വാസികൾക്ക് വ്രണപ്പെട്ടുവെന്ന്. ഈ പാട്ട് കേൾക്കുമ്പോൾ വ്രണപ്പെടുന്ന വികാരമുള്ളത് CPM-കാർക്ക് മാത്രമാണ്. അല്ലാതെ വിശ്വാസികളായിട്ടുള്ള ഒരു മനുഷ്യനും വ്രണപ്പെട്ടില്ല. ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടപ്പോൾ വിശ്വാസം വ്രണപ്പെടാത്ത സഖാക്കന്മാരായിട്ടുള്ള മുന്തിയ പൗരപ്രമുഖന്മാരായിട്ടുള്ള സഖാക്കന്മാർക്കല്ലാതെ മറ്റാർക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ വികാരം വ്രണപ്പെടുന്നില്ല. ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണക്കൊള്ള നടത്തിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ജയരാജെ? നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്താ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ പാരടി ഒരു പ്രശ്നമാണെന്ന് കലാഭവൻ മണിക്കും അല്ലെങ്കിൽ നാദിർ ഷായ്ക്കും കൈരളി ചാനലിനുമെതിരെ മുൻകാല പരാബല്യത്തോടെ നിങ്ങൾ കേസെടുക്കുമോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും CPM-ന്റെ പ്രാദേശിക പ്രവർത്തകർ ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ സമാനമായ ട്യൂണിൽ തന്നെ പാട്ട് പാരടി ഇറക്കിയിട്ടുണ്ടല്ലോ. തെളിവുകൾ ഞങ്ങൾ തരാം, നിങ്ങൾ കേസെടുക്കോ? ഫുട്ബോളിനെതിരെ, മൈക്കിനെതിരെ കേസെടുക്കുന്ന, ആംപ്ലിഫയറിനെതിരെ കേസെടുക്കുന്ന പിണറായി വിജയന്റെ കാലത്താണ് ഈ VD രാജപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ കാരണഭൂതൻ അദ്ദേഹത്തെ ജയിലിലിട്ട് ഒരു പരുവമാക്കിയാനെ. VD രാജപ്പനെ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു പാരഡി ഗാനം എഴുതിയാൽ അതിന്റെ പേരിൽ വർഗീയതയുടെ ഗവേഷണം നടത്തുന്ന നിങ്ങൾ എത്രയോ തരം താണിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും അധികം വർഗീയത പറയുന്ന പാർട്ടിയായിട്ട് CPM അധപതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾ ഇപ്പോൾ ഈ വിതയ്ക്കുന്ന വിത്തുകൾ ഭാവിയിൽ നിങ്ങൾ കൊയ്യുന്നത് മറ്റു പലരുമായിരിക്കും. ഇപ്പോൾ വിതയ്ക്കുന്ന ഈ വർഗീയതയുടെ വിത്തുകൾ അത് കൊയ്യുന്നത് മറ്റാളുകളായിരിക്കും. ഇത് നേരിട്ട് ഇതിന് കളമൊരുക്കി, മണ്ണൊരുക്കി,
ഉഴുതുമറിച്ചു കൊടുക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിലാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്, LDF-ന്റെ സംസ്ഥാന സമിതിക്കൊക്കെ ഈ തോൽവിയുടെ കാരണം ഈ പാരഡി ഗാനമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോന്നലിനാണ് പ്രശ്നം. നിങ്ങൾക്ക് ഇപ്പോഴും ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ജനങ്ങളുമായിട്ടുള്ള ജൈവ ബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ട് ഒറ്റ കാര്യം കൂടി അമ്പലപ്പറമ്പിൽ പുഷ്പനെ അന്വേഷിച്ച് നടന്ന അലോഷിയുടെയും മറ്റാളുകളുടെയും പാട്ട് കേട്ടപ്പോ ഒരു വികാരവും സഖാക്കന്മാർക്ക് വ്രണപ്പെട്ടില്ലല്ലോ. ആർത്തവ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അയ്യപ്പന്റെ ചിത്രം വരച്ചു വയ്ക്കുന്ന SFI-യുടെയും DYFI-യുടെയും നേതാക്കന്മാരുടെ ആ ഇൻസ്റ്റലേഷൻ ആർട്ട് കണ്ടപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു വികാരവും വ്രണപ്പെട്ടില്ലല്ലോ. അപ്പൊ വിശ്വാസം എന്താണെന്ന് വിശ്വാസികളുടെ അട്ടിപ്പേരെടുത്തുകൊണ്ട് CPM പറയണ്ട. അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ പറയട്ടെ അവരുടെ വികാരം വ്രണപ്പെട്ടോന്ന്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല അത് പറയേണ്ടത്. നാട്ടുകാർക്ക് വിശ്വാസം വ്രണപ്പെട്ടതേ അമ്പലത്തിലെ കൊള്ള നടന്നപ്പോ അത് 6 വർഷക്കാലം മൂടി വെച്ച് ആ കള്ള പോറ്റിമാരെയൊക്കെ 6 വർഷക്കാലം പോറ്റി വളർത്തിയ പിണറായി വിജയൻ സർക്കാരിന്റെ നിസ്സംഗതയും ആ പിന്തുണയും ആണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയത്.